തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഈ ഒരു പ്രഖ്യാപനം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരം തന്നെ. കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് സാമ്പത്തിക ഒരു വിഷയമായിട്ട് പഠിപ്പ് നിർത്തുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്, കുറേ വിദ്യാർത്ഥികൾ. മാത്രമല്ല ഈ ഡ്രോപ്പ് ഔട്ട് നിരക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുറേ വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് നിരക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്ലസ് ടു നിർത്തിയിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് ഉപകാരമായിരിക്കും പിന്നോക്കം നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു പ്രഖ്യാപനമാണെങ്കിൽ പോലും ഈ എയ്ഡഡ് കോളേജുകളിലും സർക്കാർ കോളേജുകളിലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നല്ലോണമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗജന്യം എന്ന് പറഞ്ഞിട്ട് അതിനെ മറക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ട് കാര്യമല്ല. മാത്രമല്ല ഇത്ര 5 വർഷവും പ്രഖ്യാപിക്കാത്ത ഒരു പ്രഖ്യാപനം ഈ വരുന്ന നിയമസഭ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഈ അവസാന ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് ആയിരിക്കാം. അങ്ങനെയല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നാണെങ്കിൽ വിദ്യാർത്ഥി നിലയിലെ നല്ല കാര്യമാണ്. ഈ UDF സർക്കാർ ഈ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയല്ലോ. അതുപോലെ ഈ പദ്ധതിയും വിദ്യാർത്ഥികൾക്ക് ഉപകാരം എന്ന നിലയിൽ ഈ പദ്ധതി വിജയിക്കട്ടെ എന്ന് തന്നെയാണ് വിദ്യാർത്ഥി നിലയിൽ ആശംസിക്കുന്നത് പറയാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ലൊരു പദ്ധതി തന്നെയാണ്. പക്ഷേ അതിലൊരുപാട് ആശയങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഒരു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. 2014 UP ഗവൺമെൻറ് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമാക്കിയ ഒരു പദ്ധതിയൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി വരുമ്പോൾ 2 ലക്ഷത്തോളം രൂപയാണ് നമ്മുടെ പൊതുകടമുള്ളത്. ആ പൊതുകടം എങ്ങനെ നമ്മൾ വീട്ടുമെന്നുള്ളൊരു ആവശ്യം നമ്മൾ നോക്കണം. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ പൊതുകടം വീട്ടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ട് വീതം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം 1 ലക്ഷം വിദ്യാർത്ഥികളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദ കോഴ്സുകൾ ചേർന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നും, അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി നല്ലൊരു കാര്യമായിട്ട് പോകുമ്പോൾ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലുള്ള അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവ് വളരെ വലിയ രീതിയിൽ കൂടിയാണ്. അവിടുത്തെ പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു വിദ്യാർത്ഥി അവിടെ പഠനം ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ തൽസ്ഥിതികൾ തുടരുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ആശങ്ക ജനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അഴിഞ്ഞാടുമ്പോൾ ഈ ഒരു എലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രം ഈ ഒരു പദ്ധതി മാറരുതെന്നും ഈ പദ്ധതി പൂർണ്ണ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് KSU എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയുടെ യഥാർത്ഥമായ വിവരങ്ങൾ കൃത്യമായ ബഡ്ജറ്റ് സെക്ഷന് ശേഷമാണ് നമുക്ക് അറിയാൻ കഴിയുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു ആശങ്കകൾ ഉണ്ടെങ്കിൽ KSU സംസ്ഥാന ഭാഗമായി തന്നെ ഇതിനെതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ ഇതിനുള്ള മറുവാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നമ്മളെല്ലാ കാലത്തും പറയുന്നതാണ് വിദ്യാഭ്യാസം കൂടുതലാണ്, ലിറ്ററസി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലിറ്ററസി കൂടുതലാണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രപരമായ കാരണം എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന EMS സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് മുതൽ സൗജന്യ വിദ്യാഭ്യാസം കൊണ്ടുവരികയും സ്ത്രീകൾക്കടക്കമുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ തയ്യാറാണ്. അതായത് സ്ത്രീകളിൽ പഠനത്തിന് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്ന മാതാപിതാക്കളെ കൊണ്ട് സ്ത്രീകളെയും പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് വിദ്യാഭ്യാസ നയങ്ങളാണ്. ഇവിടെ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള പൊതുവിദ്യാഭ്യാസ നയം മുതൽ പിന്നീട് വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ ഈ പ്ലസ് ടു വിദ്യാഭ്യാസം ഫ്രീ ആക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം, അതായത് ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമായി മാറുകയും ആ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, പണമുള്ള ആളുകൾക്കും പണമില്ലാത്ത ആളുകൾക്കും ഒരു വ്യത്യാസവും കൂടാതെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസ രംഗത്തോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞത് അത് കേരളത്തിൻ്റെ ഒരു വളർച്ചയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്ലസ് ടു വരെ എല്ലാവരും വിദ്യ എടുത്തിരുന്നു, പിന്നീട് ജോലിക്ക് പോയിരുന്നു എന്നുള്ള സാഹചര്യം മാറിക്കൊണ്ട് എല്ലാവരും ഡിഗ്രി വിദ്യാഭ്യാസത്തിലോട്ട് കടക്കുന്ന ഘട്ടത്തിൽ ആ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് ആളുകളെ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗുണം തന്നെ ചെയ്യുള്ളൂ. ഇതിലും മറ്റെന്തെങ്കിലും കാരണം കണ്ടെത്തി രാഷ്ട്രീയം പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും ഗുണമെന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട്, കാരണം എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിലെ ഏതെങ്കിലും ഘട്ടങ്ങൾ സൗജന്യമാക്കുമ്പോൾ അത് എല്ലാ കാലത്തും ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതും ഗുണം തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇതിപ്പോൾ മഹാരാജ് പോലൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി നിലയിൽ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും സാമ്പത്തികമായിട്ടും സോഷ്യലി പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർക്കും കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനം എന്ന നിലയിൽ 94% കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ്. ഇതിവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 വർഷക്കാലം ഇടത് സർക്കാർ എന്തൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു, അതുപോലെ തന്നെ 10 വർഷത്തിന് മുന്നേ
തീർച്ചയായിട്ടും പാഠപുസ്തകങ്ങളില്ലാത്ത അവസ്ഥയും ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും കൃത്യമായിട്ട് നടക്കാത്ത അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളം ഈ 10 വർഷത്തിന് ശേഷം ഇങ്ങനൊരു നേട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വളരെ കച്ചവടവൽക്കരിക്കപ്പെടുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസം എന്തോ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും അതായത് മാതാപിതാക്കളിൽ നിന്നെല്ലാം ഇവരൊരു ഒരു കച്ചവടമായി കണ്ടിട്ട് മാറുന്നൊരു ഒരു നിലയിലുള്ളപ്പോൾ ഗവൺമെൻറ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും +2 കഴിഞ്ഞതിന് ശേഷം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും സർക്കാരിന് ഇതുപോലുള്ള മുന്നേറ്റങ്ങൾ ഇങ്ങനെ കേരളത്തിന് കിട്ടാനുള്ള ഇത് പിടിച്ചു വെച്ചിട്ടുള്ള ഒരു ക്രൂരതയിലും സർക്കാർ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഇതിനെതിരെയുള്ളൊരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. സന്തോഷം. നിലവിൽ ആ ഒരു ബജറ്റ് നയത്തിന് ഭയങ്കര പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു ജോലി സാധ്യത നമ്മൾ പരിശോധിക്കുന്ന സമയത്തും ഡിഗ്രിയാണ് നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷനായിട്ട് വരുന്നത്. അത് +2 ആയിരുന്ന കാലം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡിഗ്രി വരെ ഫ്രീ എഡ്യൂക്കേഷൻ വെക്കുന്നത് സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളെ ഡിഗ്രി വരെ മിനിമം പഠിക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രചോദനമാവും. അതിനുശേഷമുള്ളത് മാസ്റ്റേഴ്സ് എന്നുള്ള നിലയിലേക്ക് അതിനൊരു വലിയ പ്രചോദനമാവും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അത് പറയേണ്ടത് നമ്മളുടെ വിദ്യാർത്ഥിനികളുടെ കാര്യത്തിലാണ്. കാരണം ഇപ്പോഴും പല ജില്ലകളിലും പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് +2-ന് ശേഷം ഈ പറഞ്ഞ പോലെ വിവാഹമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ചെറിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ടോ എന്തെങ്കിലും ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്കോ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ നമുക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളെ നമുക്ക് ഇപ്പോഴും 18ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടികളെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഡിഗ്രി ആക്കി വെക്കുന്നത് ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും നമുക്ക് ഇൻ ഫ്യൂച്ചർ ഈ വിദ്യാർത്ഥിനികളെ കൂടുതൽ ജോലി സാധ്യതകളിലേക്കും അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ടും ഇതിനൊക്കെ നമുക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ഡിഗ്രി വരെ വെക്കുന്നത് വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, സ്റ്റുഡൻസിന്, ഒരു സൊസൈറ്റിക്ക്, ഒരു ജനറേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മഹാരാജാസ് കോളേജിന്റെ ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ 5 വർഷം വരെ ഇത്തരമൊരു പ്രഖ്യാപനമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണോ ഇത്തരമൊരു പ്രതികരണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും സ്ത്രീകൾക്കും അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഇതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയുള്ള പ്രതികരണവും വന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.